വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഏലിയാവും എലീശയും ഒരുമിച്ച് യാത്ര ചെയ്യുന്നതും ഏലിയാവിൻ്റെ മേൽ വ്യാപരിച്ചിരുന്ന ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എലീശ ചോദിച്ചു വാങ്ങുന്നതുമായ സംഭവം വിവരിച്ചിരിക്കുന്ന തിരുവചന ഭാഗമാണ് 2 രാജാക്കന്മാർ 2-ാം അധ്യായം. ഏലിയാവ് എലീശയോട് ചോദിക്കുന്നത്, ഞാൻ നിങ്ങളിൽ നിന്ന് എടുത്തുകൊള്ളപ്പെടും മുൻപേ ഞാൻ നിനക്ക് എന്തു ചെയ്തു തരണം? എലീശയുടെ മറുപടി, എനിക്ക് നിൻ്റെ മേൽ ആവസിക്കുന്ന ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് വേണം. 2-ാം അധ്യായം 9-ാം വാക്യം. എലീശ ആവശ്യപ്പെടുന്നത് പ്രവാചക ശുശ്രൂഷയിൽ കൂടി ഏലിയാവിന് ലഭിച്ച മഹത്വത്തിൻ്റെ ഇരട്ടിയല്ല, പദവിയുടെ ഇരട്ടിയല്ല, പ്രശസ്തിയുടെ ഇരട്ടിയല്ല, മറിച്ച് പിന്തുടർച്ച അവകാശത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവം തൻ്റെ യജമാനിൽ നിക്ഷേപിച്ചിരിക്കുന്ന ദൈവിക ചൈതന്യത്തിൻ്റെ ഇരട്ടി അവകാശമാണ് ചോദിച്ചത്. തനിക്ക് യജമാനിൻ്റെ വസ്തുവകകളോ ഉടമസ്ഥാവകാശമോ ഒന്നും വേണ്ട, പിന്നെയോ യജമാനിൽ ഉള്ള ദൈവശക്തിയുടെ ഇരട്ടി നിറവ് വേണം. ഇസ്രായേലിൻ്റെ പിന്തുടർച്ചാവകാശ നിയമപ്രകാരം ഇരട്ടി അവകാശത്തിനുള്ള അർഹത ആദ്യജാതന് മാത്രമാണ്. ആദ്യജാതൻ പിതാവിൻ്റെ ബലത്തിൻ്റെ ആരംഭമായതുകൊണ്ട് 2 പങ്ക് അവകാശം ലഭിക്കുന്നത്. ആവർത്തനം 21:15 മുതൽ 17 വരെ. ഇവിടെ എലീശ ഇരട്ടി ചൈതന്യം ആവശ്യപ്പെടുന്നത് ഏലിയാവിൽ ഉള്ള ദൈവശക്തിയെ ലക്ഷ്യം വെച്ച. ഏലിയാവ് ചോദിച്ചതുപോലെ ഒരു ചോദ്യം ഇന്ന് കർത്താവ് നമ്മോട് ചോദിച്ചാൽ, ഞാൻ നിനക്കെന്ത് ചെയ്തു തരണം എന്ന് ചോദിച്ചാൽ നമ്മുടെ ഉത്തരം എന്തായിരിക്കും? ഒരിക്കലും എലീശ നൽകിയതുപോലെയുള്ള ഒരു മറുപടി ഞാൻ നൽകില്ല, ശരിയല്ലേ? ഇതേ ഒരു ചോദ്യം യഹോവയായ ദൈവം ശലോമോന് പ്രത്യക്ഷനായി ചോദിക്കുന്നുണ്ട്. ധനമോ പ്രശസ്തിയോ ഒന്നും ശലോമോൻ ചോദിച്ചില്ല. ശലോമോൻ പറഞ്ഞത്, ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ എനിക്ക് വേഗമുള്ള ഒരു ഹൃദയം വേണം എന്ന 1 രാജാക്കന്മാർ 3:9 വാക്യം. എലീശയെ പോലെ ആത്മാവിൻ്റെ ഇരട്ടി അവകാശം, ശലോമോനെ പോലെ വിവേകമുള്ള ഒരു ഹൃദയം, അതായിരിക്കട്ടെ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം. ഏലിയാവിൽ ഉണ്ടായിരുന്ന ആത്മാവിൻ്റെ ഇരട്ടി ലഭിച്ചതോടുകൂടി ഏലിയാവിനെ നയിച്ചിരുന്ന അതേ ശക്തി തന്നെയും നയിക്കുന്നു എന്ന ബോധ്യം എലീശയ്ക്ക് ഉണ്ടായി. ഏലിയാവിൽ നിന്ന് വീണ പുതപ്പെടുത്ത് യോർദാൻ നദി അടിച്ചുകൊണ്ട് എലീശ ചോദിക്കുന്നത്, ഏലിയാവിൻ്റെ ദൈവം എവിടെ എന്ന. ഈ ചോദ്യത്തിൽ കൂടി എലീശ പറയുന്നത്, ഇനി എന്നെ നയിക്കുന്നത് ഏലിയാവല്ല, പിന്നെയോ ഏലിയാവിനെ നടത്തിയ ദൈവമാണ്. യജമാനായ ഏലിയാവ് എന്നിൽ നിന്ന് മാറ്റപ്പെട്ടു, എന്നാൽ ഒരിക്കലും വിട്ടുമാറാത്ത ദൈവം കൂടെ ഉണ്ടെന്നുള്ള തിരിച്ചറിവ് എലീശയ്ക്കുണ്ടായി. ഈ തിരിച്ചറിവാണ് നമുക്കും വേണ്ടത്. അപ്പനോ അമ്മയോ സഹോദരങ്ങളോ ബന്ധുമിത്രാദികളോ അല്ല കൂടെയുള്ളത്, പിന്നെയോ മരണത്തെ ജയിച്ച് സാത്താൻ്റെ ശക്തിയെ തകർത്ത് ഉയർത്തെഴുന്നേറ്റ കർത്താവാണ് കൂടെ ഉള്ളത് എന്ന തിരിച്ചറിവാണ് നമുക്ക് ആവശ്യം. ആ തിരിച്ചറിവ് നമ്മിൽ ഉണ്ടാകുമ്പോൾ ഒരു ശക്തിക്കും നമ്മെ തോൽപ്പിക്കുവാൻ സാധിക്കില്ല. കർത്താവ് നമുക്ക് നൽകിയ വാഗ്ദത്തമാണ്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെ ഉണ്ട് എന്നുള്ളത്. മത്തായി 28:20 വാക്യം. കർത്താവ് കൂടെ ഉണ്ടെന്നുള്ള ധൈര്യമാണ് രാജാവ് നിർമ്മിച്ച ബിംബത്തെ നമസ്കരിക്കാതെ അഗ്നിയിൽ വെന്തെരിയുവാൻ 3 യഹൂദ ബാലന്മാർക്ക് ധൈര്യം നൽകിയത്. അവരുടെ വാക്കുകൾ ശക്തമാണ്. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചുളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കും. അല്ലെങ്കിലും ഞങ്ങൾ രാജാവിൻ്റെ ദേവന്മാരെ സേവിക്കുകയില്ല. ദാനിയേൽ 3:17. ദൈവം അവരോട് കൂടി ഉണ്ടായിരുന്നു. 4-മതൊരുവനായി അവൻ അഗ്നിച്ചൂളയിൽ അവരുടെ അടുക്കലേക്ക് ഇറങ്ങിച്ചെന്നു. ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും കർത്താവ് കൂടെ ഉണ്ടെന്നുള്ള തിരിച്ചറിവാണ് നമുക്ക് ആവശ്യം. നമ്മുടെ പിതാക്കന്മാരെ നടത്തിയ ദൈവം, ചരിത്രത്തിൽ ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ദൈവം,
നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു എന്ന തിരിച്ചറിവാണ് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യകരമായ അനുഭവം. ആധുനിക മനുഷ്യൻ ഇന്ന് ദൈവത്തെ വിട്ട് ഓടിപ്പോകുന്നു. അവൻ ദൈവം ഇല്ല എന്ന് ചിന്തിക്കുന്നു. അവന് ദൈവത്തെ കൊണ്ട് സാധിച്ചെടുക്കുവാൻ ഒന്നുമില്ല. യിരെമ്യാവിൽ കൂടി ദൈവം പറയുന്നത്, എൻ്റെ ജനം ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ ഉപേക്ഷിച്ച് വെള്ളമില്ലാത്ത കിണറുകളെ, പൊട്ടക്കിണറുകളെ കുഴിച്ചിരിക്കുന്നു. യിരെമ്യാവ് 2:13 പൊട്ടക്കിണറുകളെ കുഴിച്ചുകൊണ്ടുള്ള യാത്രയല്ലേ ഇന്ന് നാം ചെയ്യുന്നത്? അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ഏലിയാവിൻ്റെയും ദൈവം ഇന്നും ജീവിക്കുന്നു എന്ന തിരിച്ചറിവോടെ നമുക്കും അവനെ മുറുകെ പിടിക്കാം, അവനോട് ചേർന്ന് നടക്കാം. കർത്താവേ, എന്നെ കരം പിടിച്ച് നടത്തുന്ന കർത്താവ് കൂടെ ഉണ്ടെന്നുള്ള നിശ്ചയത്തോടെ യാത്ര ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ. ആമേൻ. പുതിയ വഴി തുറന്ന യേശു